നമുക്ക് ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കാം. അതിനു മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോസ് ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ക്യാരറ്റ് അരിഞ്ഞു വെച്ചത് 2 എണ്ണം, 3 മുട്ട, 200 ഗ്രാം മൈദാപ്പൊടി, 3/4 കപ്പ് ഓയിൽ, വാനില എസൻസ്, ഉണക്കമുന്തിരിങ്ങയും ബദാമും മൈദാപ്പൊടി ഇട്ട് ഇളക്കി വെച്ചേക്കണത്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പഞ്ചസാര പൊടിച്ചത് 1 കപ്പ്. ഇനി നമുക്ക് മുട്ട അടിച്ചുകൊണ്ട് വരാം. പഞ്ചസാര ചേർക്കാം. ഓയിൽ ചേർക്കാം. ഇനി മിക്സിയിൽ അടിച്ചുകൊണ്ട് വരാം. മുട്ടയും പഞ്ചസാരയും ഓയിലും മിക്സിയിൽ അടിച്ചുകൊണ്ട് വന്നു. ഇനി 200 ഗ്രാം മൈദയിലേക്ക് ബേക്കിംഗ് പൗഡർ ചേർക്കാം. ഉപ്പ് ചേർക്കാം. നമുക്ക് മിക്സ് ചെയ്യാം. നല്ലവണ്ണം മിക്സ് ചെയ്യണം. ബേക്കിംഗ് പൗഡറും മൈദാപ്പൊടിയും ഉപ്പും കൂടെ നല്ല രീതിയിൽ ഇളക്കിയെടുത്തു. മുട്ടയുടെ മിക്സ് ആദ്യം വലിയ പാത്രത്തിലോട്ട് ഒഴിക്കാം. ക്യാരറ്റ് ഇടാം. ഇത് മുന്തിരിങ്ങ, ഇനി ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തെടുക്കാം. എസൻസ് ചേർക്കാം. നമുക്ക് പൊടി ചേർക്കാം. മൈദാപ്പൊടി ചേർക്കാം. കുറച്ചായി ചേർക്കാം. ബാക്കി പൊടി കൂടി ഇട്ട് ഇളക്കാം. നെയ്യ് തൂത്ത പാത്രത്തിലേക്ക് നമുക്ക് ഈ കൂട്ട് ഒഴിക്കാം. ഞാനിവിടെ കേക്ക് ഉണ്ടാക്കുന്നത് ഇഡ്ഡലി പാത്രത്തിലാണ്. ഇഡ്ഡലി പാത്രം കുറച്ച് നേരം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഈ കേക്കിൻ്റെ മിക്സ് വെച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 40 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് 40 മിനിറ്റായി. കേക്ക് വെന്തോന്ന് നോക്കിയിട്ട് വെന്തെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഇത് കറക്റ്റാണ്. ഇപ്പോൾ ഇതെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് കേക്ക് തയ്യാറാക്കി നോക്കുക. നല്ല ടേസ്റ്റായൊരു കേക്കാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. പുതിയ വീഡിയോസായി അടുത്ത ദിവസം തന്നെ കാണാം. താങ്ക് യു.